ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഡിലീഷന് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിലെ പോലെ തന്നെ 3 കേസുകളാണുള്ളത്. ഡിലീഷൻ അറ്റ് ഫ്രണ്ട്, ഡിലീഷൻ അറ്റ് എൻഡ്, ഡിലീഷൻ അറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. അതായത് ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് നോഡിനെ, ഒരു എക്സിസ്റ്റിംഗ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിനെ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് നോഡിൻ്റെ നൾ പോയിന്റർ സെക്ഷൻ ഹെഡറിലേക്കായിരിക്കും പോയിന്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ ഡിലീഷനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹെഡർ എന്ന് പറയുന്ന നോഡ് എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് നോഡ് വിൽ ബിക്കംസ് ദ ഫസ്റ്റ് നോഡ്. We want to delete that node. That means in this example we have to delete the node n1. n1നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അതിൽ സംഭവിക്കേണ്ടത്? അതായത് n1ൻ്റെ തൊട്ടടുത്ത നോഡ് n2 ബിക്കംസ് ദ ഫസ്റ്റ് നോഡ്. അതായത് n1നെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ എന്ത് ചെയ്യണം? ഹെഡറിനെ n2ലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. അതായത് n1 എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ ഹെഡറിനെ കൊണ്ട് പോയിന്റ് ചെയ്യിപ്പിക്കണം. അതായത് പുതിയതായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു ക്രിയേഷൻ മാത്രമേ ഇവിടെ അപ്ഡേഷന് വരുന്ന. അതായത് ഈ ഒരു ലിങ്കും ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ലിങ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇൻസേർഷൻ അറ്റ് ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാനുള്ള ആകെ കൂടിയുള്ള ഒരു അപ്ഡേഷൻ. ഇനി ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹെഡറിൻ്റെ ലിങ്ക് പോർഷൻ നള്ളാണോ എന്നുള്ളതാണ്. ഹെഡറിൻ്റെ ലിങ്ക് നള്ളിലേക്ക് പോയിന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഹെഡർ ഒഴികെ വേറെ ഒരു നോഡും ഇല്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ദാറ്റ് പെർട്ടിക്കുലർ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എംപ്റ്റി. അങ്ങനത്തെ കേസിൽ നമുക്ക് ഡിലീഷൻ ഫെയിൽഡ് എന്ന് പറയുന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. വി ക്യാൻ എക്സിറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ എൽസ് എന്ന് പറയുന്ന കേസിലാണ് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഏറ്റവും ആദ്യം എന്ത് ചെയ്തു? ഹെഡറിൻ്റെ ലിങ്ക് എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ PTR ആക്കി വെച്ചു. ഇതാണ് ഹെഡർ എന്ന് വിചാരിക്കുക. ഹെഡർ എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്. ഇത് n1 എന്ന് പറയുന്ന നോഡ്, ഇത് n2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ n1 എന്ന് പറയുന്ന നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. n2 പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഹെഡർ n1ലേക്ക്, n1 n2ലേക്ക്. സോ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് PTR എന്ന് പറയുന്ന പോയിന്റർ ഹെഡറിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഹെഡർ എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ PTR ആക്കി വെക്കുന്നു. ഹെഡറിൻ്റെ ലിങ്ക് പോർഷനിൽ എന്താ ഉണ്ടാവുക? n1ൻ്റെ അഡ്രസ്സാണ്. സോ PTR ഇതായിരിക്കും. n1ലേക്കാണ് PTR പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ n1നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. n1നെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഹെഡറും n2 തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്ക് അവിടെ കൊടുക്കണം. ഈ n2നെ എങ്ങനെ നമുക്ക് കിട്ടും? PTR എങ്ങോട്ടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതാണ് n2 അല്ലേ? അപ്പോൾ ഹെഡറിൻ്റെ ലിങ്ക് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. കണ്ടോ? PTRൻ്റെ ലിങ്ക് പോർഷനിൽ n2 ഉണ്ടായിരിക്കും. ഈ n2 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സാണ് ഹെഡറിൻ്റെ ലിങ്കിലേക്ക് വെക്കുക. അപ്പോൾ ഇൻഡയറക്ട്ലി ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഹെഡറിൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് n1ലേക്കല്ല, മറിച്ച് n2ലേക്കാണ്. സോ വി ക്യാൻ ഡിലീറ്റ് ദിസ് പെർട്ടിക്കുലർ n1നെ ഡിലീറ്റ് ചെയ്യുക. ഇൻ ദ സെൻസ് അവിടെ എന്താ ചെയ്യുന്നത്? റിട്ടേൺ നോഡാണ് അല്ലേ? ഇൻസേർഷനിൽ ഗെറ്റ് നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിൽ ഡിലീഷനിൽ റിട്ടേൺ നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. റിട്ടേൺ നോഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ട് PTR പോയിന്റ് ചെയ്തിരിക്കുന്ന നോഡിനെ, ദാറ്റ് ഈസ് n1നെ മെമ്മറി ബാങ്കിലേക്ക് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. മെമ്മറി ബാങ്കിൻ്റെ അവൈൽ എന്ന് പറയുന്ന ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡായിട്ട് എന്ത് ആഡ് ചെയ്യും? PTR എന്ന് പറയുന്ന നോഡ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർഷൻ അറ്റ് ഫ്രണ്ട് പെർഫോം ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഇൻസേർഷൻ അറ്റ് എൻഡ് വരുന്നത്. അവിടെയും സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് സ്ലൈറ്റ് ചേഞ്ചസ് വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെഡറിൻ്റെ ലിങ്ക് പോയിന്റ്സ് ടു നള്ളാണോ എന്ന് നമ്മൾ നോക്കുന്നു. ഇത് അൽഗോരിതം ഒരുമിച്ച് പറയുന്നുണ്ട് കേട്ടോ, കോൺസെപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഹെഡറിൻ്റെ ലിങ്ക് നള്ളിലേക്കാണോ പോയിന്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ മോർ നോട്ട്സ് ടു ഡിലീറ്റ് അല്ലേ? ആ കേസിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആയിരിക്കും. ദാറ്റ് ഈസ് ഡിലീഷൻ ഫെയിൽഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എക്സിറ്റ് ചെയ്യാം. അതല്ല ഹെഡറിൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ആക്ച്വലി ട്രാവേഴ്സ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് നോഡിലേക്ക് എത്തുന്നു. ലാസ്റ്റ് നോഡിനെ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് വിൽ പോയിന്റ്സ് ടു ഹെഡർ.
ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലാസ്റ്റ് നോഡിലായിരിക്കും നമ്മൾ എത്തി നിൽക്കുന്നുണ്ടാവുക. ആ ലാസ്റ്റ് നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ലാസ്റ്റ് നോഡിന് തൊട്ട് മുൻപത്തെ നോഡിനെ എന്താക്കാം, ലാസ്റ്റ് നോഡാക്കി മാറ്റാം. അതായത് ഇതാണ് N3, ഇതാണ് ലാസ്റ്റ് നോഡ് എന്നുണ്ടെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ N2 വിൽ ബിക്കംസ് ദ ലാസ്റ്റ് നോഡ്. N2വിൻ്റെ ലിങ്കിനെ ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു പോയിന്റർ യൂസ് ചെയ്യുന്നുണ്ട്, PTR. ബിഗിനിങ്ങിലെ PTRനെ ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ്. ട്രാവേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം വേണം, ലാസ്റ്റ് നോഡിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം. ലാസ്റ്റ് നോഡിന് തൊട്ട് മുൻപത്തെ നോഡിനെ നമുക്ക് കിട്ടുകയും കൂടെ വേണം. അപ്പോൾ ഏറ്റവും ആദ്യം റിപ്പീറ്റ് സ്റ്റെപ്പ് 8 to 9 വൈൽ PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് നോഡിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എവിടെ എത്തുമ്പോഴാണോ PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആവുന്നത്, അല്ലെ, അല്ലെങ്കിൽ PTRൻ്റെ ലിങ്ക് ഈക്വൽ ടു ഹെഡർ ആവുന്നത്, അപ്പോൾ ഈ കണ്ടീഷൻ ഫെയിൽ ആവും. ദാറ്റ് മീൻസ് PTR വിൽ റീച്ചസ് ടു ദ ലാസ്റ്റ് നോഡ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്, അല്ലെ, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആണ്. സോ ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. എന്ത് ചെയ്യുന്നു, PTR1 ഈക്വൽ ടു PTR, അതായത് PTR1 എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ അല്ലെങ്കിൽ ഒരു പോയിന്ററും കൂടെ നമ്മൾ എടുക്കുന്നു. അതിനെ ഇപ്പോൾ PTR എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ PTRഉം PTR1ഉം ഹെഡറിലേക്കായിരിക്കും പോയിന്റ് ചെയ്യിപ്പിക്കുക. ഇത് ക്ലിയർ ആയെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. PTR1 ഈക്വൽ ടു PTR. സോ PTR1ഉം PTRഉം ഇപ്പോൾ ഹെഡറിലേക്കായിരിക്കും പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ ചെയ്യുന്നത്, PTR ഈക്വൽ ടു PTR ഓഫ് ലിങ്ക്. അതായത് ഇപ്പോൾ PTRൻ്റെ ലിങ്ക് പോർഷൻ എങ്ങോട്ടേക്കാണുള്ളത്, PTRൻ്റെ ലിങ്ക് പോർഷൻ എങ്ങടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്, N1ലേക്കാണ്, അല്ലെ. അതായത് PTR ഇപ്പോൾ N1ലേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കഴിയുമ്പോൾ നോക്കൂ, PTR N1ലേക്ക് എത്തി, PTR1 ഹെഡറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നോഡിനെയും കിട്ടി, അതിന് തൊട്ട് മുൻപത്തെ പ്രീവിയസ് നോഡിനെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആണോ, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആണ്. ദാറ്റ് മീൻസ് N1 അല്ല നമ്മുടെ ലാസ്റ്റ് നോഡ്. ആ കേസിൽ എന്ത് ചെയ്യണം, വീണ്ടും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ PTR1ഉം PTRഉം N1ലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം PTR N2ലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ PTR1 ഇപ്പോൾ N1ലും PTR N2ലുമാണ്. അഗെയിൻ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആണോ. PTRൻ്റെ ലിങ്ക് ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് N3ലേക്കാണ്, ഹെഡറിലേക്കല്ല. സോ N2 ഇസ് നോട്ട് ദ ലാസ്റ്റ് നോഡ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് എത്തും, PTR1 N2ലേക്ക് എത്തും, PTRഉം N2ൽ തന്നെയായിരിക്കും. 9th സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ PTR N3ലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, N2ൽ PTR1 നിൽക്കുന്നുണ്ടാവും. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ എന്നാണ് കണ്ടീഷനിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നോക്കൂ, N3യുടെ ലിങ്ക് ഈക്വൽ ടു ഹെഡർ ആണ്, അല്ലെ. സോ ദിസ് കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ഈ കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ 8ഉം 9ഉം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് PTR എന്ന് പറയുന്ന നോഡ് ലാസ്റ്റ് നോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, റിട്ടേൺ നോഡ് ഓഫ് PTR ചെയ്താൽ മതി, അല്ലെ. അതായത് N3 എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡാണ്, N3ലേക്കാണ് PTR പോയിന്റ് ചെയ്തിരിക്കുന്നത്. സോ N3 ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ PTR ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം, N2 എന്ന് പറയുന്നതായിരിക്കും ഇനി പുതിയ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ലാസ്റ്റ് നോഡ്. അപ്പോൾ N2ൻ്റെ ലിങ്കിനെ എന്ത് ചെയ്യണം, ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം, അല്ലെ. ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്ത് N2ൻ്റെ ലിങ്കിനെ ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഈ N2നെ എങ്ങനെ നമുക്ക് കിട്ടും, യെസ്, PTR1, അല്ലെ. അപ്പോൾ നോക്കൂ, PTR1ൻ്റെ ലിങ്കിനെ ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം റിട്ടേൺ നോഡ് ഓഫ് PTR. ക്ലിയർ ആയോ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ലാസ്റ്റ് നോഡിന്റെ ഡിലീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബാക്കി ഇതിന് മുൻപ് വൈൽ ലൂപ്പിനകത്ത് നമ്മൾ ചെയ്തത് ലാസ്റ്റ് നോഡിനെയും ലാസ്റ്റ് നോഡിന്റെ തൊട്ട് മുൻപത്തെ നോഡിനെയും ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സായിരുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിലത്തെ ലാസ്റ്റ് നോഡായിട്ടുള്ള N3നെ മെമ്മറി ബാങ്കിലേക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ N2ൻ്റെ ലിങ്കിനെ ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കാനും പറ്റി. അപ്പോൾ ഇൻസേർഷൻ അറ്റ് എൻഡ് ഇങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇനി ഡിലീഷൻ അറ്റ് എൻഡ്. ഇനി ഡിലീഷൻ്റെ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, ഡിലീഷൻ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ കോൺസെപ്റ്റ് പറയാം, അതിനുശേഷം നമുക്ക് അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്കൊരു പെർട്ടിക്കുലർ പൊസിഷനിലുള്ള നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ രണ്ട് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യും, രണ്ട് കാര്യങ്ങളല്ല ഒരു കാര്യം സ്പെസിഫൈ ചെയ്യും. അതായത് ഏത് നോഡിൻ്റെ ഡാറ്റ പോർഷനിലാണോ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ളത്, എക്സ് ക്യാൻ ബി എനിത്തിങ്, 10 എന്ന് പറയുന്ന വാല്യൂ ആവാം, 20 ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഏത് നോഡിലാണോ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ളത് ആ നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, ഹെഡറിൽ നിന്ന് നമ്മൾ തുടങ്ങി ഫസ്റ്റ് നോഡിനെ ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് നോഡിൻ്റെ വാല്യൂ എക്സ് ആണോ, ആണെങ്കിൽ ആ നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അല്ല, ഇനി നമ്മൾ നെക്സ്റ്റ് നോഡിനെ വിസിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നോഡിൻ്റെ ഡാറ്റ പോർഷനിൽ എക്സ് ആണോ, നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ നെക്സ്റ്റ് നോഡിൻ്റെ ഡാറ്റ പോർഷനിൽ എക്സ് ആണ്. സോ N2 എന്ന് പറയുന്ന നോഡാണ് നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്യേണ്ടത്. N2നെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, N2 കഴിഞ്ഞിട്ടുള്ള നോഡ് ഏതാ, N3 ആണ്. സോ N2ൻ്റെ തൊട്ട് മുൻപത്തെ നോഡാണ് N1. N1നെ N3യിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് N2നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. N2നെ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ N2നെ റിട്ടേൺ നോഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ട്രാവേഴ്സ് ചെയ്ത് ഏത് നോഡിൻ്റെ ഡാറ്റ പോർഷനിലാണോ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉള്ളത് ആ നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിൽ N2വിലും എക്സ് എന്ന് പറയുന്ന വാല്യൂ അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ N3 വിസിറ്റ് ചെയ്യും, N3യുടെ ഡാറ്റ പോർഷനിൽ എക്സ് ആണോ നോക്കും, അപ്പോഴും അല്ല. ഇനി N3 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോഡ് ഏതാണ്, ആക്ച്വലി നെക്സ്റ്റ് ഒരു നോഡ് ഇല്ല, കാരണം N3 എന്ന് പറയുന്നത് ലാസ്റ്റ് നോഡാണ്. ലാസ്റ്റ് നോഡ് പോയിന്റ് ചെയ്തിരിക്കുന്ന ഹെഡറിലാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതായത് ലാസ്റ്റ് നോഡിലേക്ക് എത്തി, ഇനി ഒരു നോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ് ഇസ് നോട്ട് പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓൾ ടുഗെദർ നമുക്കിവിടെ രണ്ട് കണ്ടീഷൻസ് ആണ് വൈൽ ലൂപ്പിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കൂ, നമ്മൾ ഹെഡർ പോയിന്റ് ചെയ്തിരിക്കുന്നത് നള്ളിലേക്കാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുൻപത്തെ കേസിലൊക്കെ നമ്മളത് നോക്കിയിരുന്നു, പക്ഷെ ഞാനിവിടെ അത് എഴുതിയിട്ടില്ല. അതായത് ഹെഡറിൻ്റെ ലിങ്ക് നള്ളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിലീഷൻ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ഇഫിനകത്ത് കൊടുക്കുക. അതിൻ്റെ എൽസ് കേസ് ആയിട്ട് വേണം ഇനി ഈ പറഞ്ഞിരിക്കുന്ന കോഡെല്ലാം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് empty അല്ല എന്ന് വിചാരിക്കുക. അതായത് ഹെഡറിൻ്റെ ലിങ്ക് നള്ളിലേക്കല്ല പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഹെഡറിൻ്റെ ലിങ്കിൽ മറ്റൊരു നോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, PTR എന്ന് പറയുന്ന പോയിന്റർ എടുക്കുന്നു, അതിനെ നമ്മൾ ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുന്നു. ഇനി അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ലാസ്റ്റ് നോഡ് എത്തുന്നത് വരെ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഡാറ്റയുള്ള ഒരു നോഡ് കണ്ടുപിടിക്കുന്നത് വരെയാണ് നമുക്ക് വൈൽ ലൂപ്പിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ കേസിൽ എന്ത് ചെയ്തു, നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നു PTRന്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആണോ. അപ്പോൾ നമ്മുടെ കേസിൽ കണ്ടീഷൻ ട്രൂ ആണ്. PTRന്റെ ലിങ്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് N1ലേക്കാണ്, ഹെഡറിലേക്കല്ല. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആയി. ഇനി PTRന്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു എക്സ് ആണോ, PTRന്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു എക്സ് ആണ്, ആ കണ്ടീഷനും ട്രൂ ആണ്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരു വേരിയബിൾ എടുക്കുന്നു PTR1 വിച്ച് ഇസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ പ്രീവിയസ് നോഡ് ഓഫ് PTR. ഏത് നോഡാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ നോഡിൻ്റെ തൊട്ട് മുൻപത്തെ നോഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് PTR1. സോ ഇനീഷ്യലി PTR1ഉം PTRും ഹെഡറിലേക്ക് പോയിന്റ് ചെയ്യിപ്പിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ. ഇനി എന്ത് ചെയ്തു, PTR ഓഫ് ലിങ്കിലേക്ക് മാറ്റി. PTRന്റെ ലിങ്ക് ഇപ്പോൾ എങ്ങടെ പോയിന്റ് ചെയ്തിരിക്കുന്നത് N1ലേക്കാണ് അല്ലേ. സോ PTR ഇപ്പോൾ N1ലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, PTR1 ഹെഡറിൽ നിൽക്കുന്നുണ്ടാവും. അഗെയിൻ നമ്മൾ വൈൽ ലൂപ്പിലത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. PTRന്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ ആണോ, കണ്ടീഷൻ ട്രൂ ആണ്. PTRന്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു എക്സ് ആണോ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ അഗെയിൻ ഫസ്റ്റ് നമ്മൾ PTR1നെ PTRലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ PTR1 N1ലേക്ക് എത്തും, PTRും N1ൽ നിൽക്കുന്നുണ്ടാവും. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ PTR ഈക്വൽ ടു PTR ഓഫ് ലിങ്ക്. അപ്പോൾ PTR N1ൽ നിന്ന് മാറി N2ലേക്ക് വന്നിട്ടുണ്ടാവും. സോ PTR N2ലും PTR1 N1ലും നിൽക്കും. വൈൽ ലൂപ്പിനകത്ത് കടക്കുന്നു. വൈൽ ലൂപ്പിലത്തെ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ. ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ. പക്ഷെ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കൂ, PTRന്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു എക്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കേസിൽ എങ്ങനെയാ, PTRന്റെ ഡാറ്റ ഈക്വൽ ടു എക്സ് ആണ്. സോ ദിസ് കണ്ടീഷൻ ബിക്കംസ് ഫാൾസ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ വൈൽ ലൂപ്പിനകത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യും. കാരണം ഇത് ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന കണ്ടീഷനാണ്.
ഇനി നമുക്ക് നോക്കാം 3ഉം 4ഉം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 5ലേക്ക്. 5ൽ എന്താ ചെയ്തിരിക്കുന്നത്? PTRന്റെ ലിങ്ക് ഈക്വൽ ടു ഹെഡർ ആണോ? അതായത് ഈ കണ്ടീഷൻ, അതായത് ഈ വൈൽ ലൂപ്പിനകത്തുനിന്ന് എക്സിറ്റ് ആവാനായിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏത് കണ്ടീഷൻ കാരണമാണ് നമ്മൾ വൈൽ ലൂപ്പിനകത്തുനിന്ന് എക്സിറ്റ് ചെയ്തത്? അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ത് ചെയ്തിരുന്നു? PTR ഓഫ് ലിങ്ക് നോട്ട് ഈക്വൽ ടു ഹെഡർ. അപ്പോൾ അത് നമ്മൾ ചോദിച്ചു. PTR ഓഫ് ലിങ്ക് ഈക്വൽ ടു ഹെഡർ ആണോ? PTR ഓഫ് ലിങ്ക് ഈക്വൽ ടു ഹെഡർ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് നോഡിലേക്ക് എത്തുമ്പോൾ. ലാസ്റ്റ് നോഡ് വരെ എത്തിയിട്ടും എക്സ് എന്ന് പറയുന്ന ഡാറ്റയുള്ള ഒരു നോഡിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ഈസ് നോട്ട് പ്രസന്റ് എന്ന് പറയുന്ന മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇനി അതല്ല, രണ്ടാമത്തെ കണ്ടീഷനാണോ അവിടെ ഫെയിൽ ആയത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് PTR ഓഫ് ഡാറ്റ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ നമ്മുടെ കേസിൽ PTR ഓഫ് ഡാറ്റ ഈക്വൽ ടു എക്സ് ആണ്. അതായത് N2 എന്ന് പറയുന്ന നോഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. N2ലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നത് PTR ആണ്. N2വിന്റെ തൊട്ട് മുൻപത്തെ നോഡായിട്ടുള്ള N1ലേക്ക് PTR 1ഉം പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? N2 റിട്ടേൺ ചെയ്യുന്നതിന് മുൻപ് PTR 1ന്റെ ലിങ്ക് N3യിലേക്ക് വെക്കണം. ഈ PTRന്റെ ലിങ്ക് N3യിലേക്കല്ലേ പോയിന്റ് ചെയ്തിരിക്കുന്നത്? സോ അവിടെ എന്ത് സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതാ നോക്കൂ, PTR 1ന്റെ ലിങ്ക് ഈക്വൽ ടു PTRന്റെ ലിങ്ക്. PTR 1ന്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ ഇത് ഈക്വൽ ടു PTRന്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ N3. ഇതാ നോക്കൂ, ഇങ്ങനൊരു ലിങ്ക് നമ്മൾ 8ാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? N2 എന്ന് പറയുന്ന നോഡിനെ അവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഡിലീഷൻ ഫ്രം എ പെർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ ചെയ്യുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഏത് നോഡാണോ ഉള്ളത് ആ നോഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അതിനു മുൻപ് ആ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള നോഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ലിങ്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിന് ശേഷമുള്ള നോഡിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കുന്നു. N1നും N3നെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിലീറ്റ് N2. അങ്ങനെയാണ് ഡിലീഷൻ ഇൻ എ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ചെയ്യുന്നത്. സെയിം നമ്മുടെ സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ തന്നെ, പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്.